നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൊയ്യത്തുബയലിൽ APEK സുന്നി സംഘടനം, നിരവധി പേർക്ക് പരിക്ക്. ഉമ്മൻചാണ്ടി ഭരണം അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ്. ഭരണം സരിതമാർക്ക് വേണ്ടിയാണെന്നും തോമസ്. മോട്ടോർ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യം. മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് പ്രൗഢോജ്വലമായ സമാപനം. നെരോത്തച്ചൻ മഖാം തുറന്നു. സ്നേഹ സൗഹൃദങ്ങൾ പങ്കിട്ട് കമ്മാടം മഖാമുറൂസിന് ഭക്തിസാന്ദ്രമായ തുടക്കം. കണിക്കൊന്നകൾ പൂത്തു. വിഷുവിനെ വരവേൽക്കുവാൻ നാടൊരുങ്ങി. വാർത്തകൾ വിശദമായി. മഞ്ചേശ്വരം പൊയ്യത്തുബയലിൽ APEK വിഭാഗം സുന്നികൾ ഏറ്റുമുട്ടി. നിരവധി പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവരെ കാസർകോട്ടെയും കുമ്പളയിലെയും ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചു. പൊയ്യത്തുബയൽ ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങളായ പൊയ്യത്തുബയലിലെ അബ്ദുറസാഖ്, മുഹമ്മദ് അനീഫ് എന്നിവരെയും SSF പ്രവർത്തകരായ KK സഫ്വാൻ, കൊടലമഗുരുവിലെ മുഹമ്മദ് അനീഫ്, മുഹമ്മദ് മൻസൂർ, പൊയ്യത്തുബയലിലെ ഉമ്മർ എന്നിവരെ കുമ്പള സാഗൻ ആസ്പത്രിയിലും പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്തായിരുന്നു ഇരുവിഭാഗങ്ങളും ഏറ്റുമുട്ടിയത്. കാസി നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വിരോധമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പറയപ്പെടുന്നു. SKSF പ്രവർത്തകരായ ഉരക്കടിയിലെ ഉസ്മാൻ, മുഹമ്മദ് ഇസ്മയിൽ, സുങ്കതക്കട്ട, നീരോളികയിലെ അബ്ദുറഹ്മാൻ ബാവ, അബ്ദുൽ ലത്തീഫ് എന്നിവരെ ജനറൽ ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചു. വഖഫ് ബോർഡിന്റെ സ്റ്റേ നിലനിൽക്കെ ജമാഅത്ത് അറിയാതെ ഏകപക്ഷീയമായി ഖാസി നിയമനം നടത്തിയത് ചോദ്യം ചെയ്തതിന്റെ വിരോധത്തിൽ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ് നയിക്കുന്ന കേരള യാത്ര മെയ് 11 കാസർഗോട്ട് നിന്നും പ്രയാണം ആരംഭിക്കും. അഴിമതിക്കെതിരായ യാത്ര മെയ് 28 കോട്ടയത്ത് സമാപിക്കുമെന്ന് PC തോമസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അഴിമതിക്കെതിരെ നടത്തുന്ന കേരള യാത്ര മെയ് 11 കാസർഗോഡ് നിന്നും ആരംഭിച്ച് 28 കോട്ടയത്ത് സമാപിക്കുമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ് പറഞ്ഞു. കാർഷിക കടം ഉൾപ്പെടെ കാർഷിക മേഖലയുടെ തകർച്ചയ്ക്കെതിരെ കൃഷിക്ക് തന്നെ പ്രത്യേക ബജറ്റ് നിയമസഭയിലും പാർലമെന്റിലും അവതരിപ്പിക്കണമെന്നും വിലക്കയറ്റം ഉൾപ്പെടെയുള്ള ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും കേരള യാത്രയിലെ പ്രധാന ആവശ്യങ്ങൾ ഉന്നയിക്കും. യാത്രയെ രാഷ്ട്രീയത്തിന് അതീതമായ ജനമുന്നേറ്റമാക്കാൻ ശ്രമിക്കും. കാർഷിക സബ്സിഡി പിൻവലിച്ച് കാർഷിക കടം മൂലം നട്ടം തിരിയുന്ന കർഷകർക്കെതിരെയുള്ള നീക്കം പിൻവലിക്കണമെന്നും കാർഷിക പ്രശ്നങ്ങളും യാത്രയിൽ ഉന്നയിക്കും. 10 ലക്ഷം കർഷകരുടെ ഒപ്പ് ശേഖരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിവേദനം നൽകുമെന്നും PC തോമസ് കൂട്ടിച്ചേർത്തു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ ഒരു കേരള യാത്ര, അഴിമതിക്കെതിരെ കേരള യാത്ര എന്ന പേരിൽ നടത്തപ്പെടുകയാണ്. മെയ് 11 കാസർഗോഡ് നിന്ന് അതിൻ്റെ ആരംഭം. തിരുവനന്തപുരം വരെ പോയതിനു ശേഷം പാർട്ടിയുടെ ജന്മപ്രദേശമായ കോട്ടയത്ത് ഉള്ള തിരുനക്കര മൈതാനത്ത് വെച്ച് അവസാനിപ്പിക്കും 28 വൈകിട്ട്. അതിനകത്ത് ഞങ്ങൾ പ്രധാനമായിട്ടും അഴിമതിക്കെതിരെ ഉള്ള ഒരു യാത്ര എന്നുള്ള നിലയിലും പിന്നെ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന കാർഷിക ബഡ്ജറ്റ് എന്ന ആശയം കൂടുതൽ അതിൻ്റെ പ്രചാരണം നൽകുന്നതിനും കാർഷിക കടം ഉൾപ്പെടെ ഇന്ന് കാർഷിക മേഖലയിൽ ഉണ്ടായിരിക്കുന്ന വൻപിച്ച പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടും പിന്നെ ജനകീയ പ്രശ്നങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുമാണ് യാത്ര. കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PJ ബാബു അങ്കമാലി, ജില്ലാ പ്രസിഡന്റ് M ഹരിപ്രസാദ്, ജനറൽ സെക്രട്ടറി രാജീവൻ പള്ളിപ്പുറം, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറിമാരായ മാനുവൽ കാപ്പൻ, കൃഷ്ണൻ തണ്ണോട്ട്, സംസ്ഥാന കമ്മിറ്റി അംഗം ജേക്കബ് കാനാട് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് സമാപനം. മാവുങ്കാൽ നന്ദനം കൺവെൻഷൻ സെന്ററിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. മാവുങ്കാലിൽ വെച്ച് നടന്ന മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് അസോസിയേഷൻ വാർഷിക സമ്മേളനം BMS ജില്ലാ പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒരു യൂണിയനാണ് മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് അസോസിയേഷൻ എന്നുള്ള മോട്ടോർ തൊഴിലാളികൾ പ്രവർത്തിക്കുന്ന ഈ സംഘടന. അതിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്താനും പുതിയ കാലഘട്ടത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ട്
കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഒരു പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ വർഷവും നമുക്ക് എല്ലാവർക്കും അറിയാം, നിരന്തരമായിട്ടുള്ള ഒരു പ്രവർത്തന പദ്ധതി എന്ന രീതിയിൽ എല്ലാ യൂണിയനുകളുടെയും വാർഷിക സമ്മേളനങ്ങൾ നമ്മൾ എല്ലാ വർഷവും തുടർച്ചയായിട്ട് നടത്തുകയാണ്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എ കേശവനായിക് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി കെ.വി. ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. കെ. രാധാകൃഷ്ണൻ സ്വാഗതവും ഭരതൻ കല്യാൺ റോഡ് നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി ശ്രീനിവാസനെ പ്രസിഡന്റായും കെ.വി. ബാബുവിനെ ജനറൽ സെക്രട്ടറിയായും വിശ്വനാഥ ഷെട്ടിയെ ഖജാൻജിയായും തെരഞ്ഞെടുത്തു. നേരോത്തച്ഛൻ മഖാം തുറന്നു. സ്നേഹ സൗഹൃദങ്ങൾ പങ്കിട്ട് കമ്മാടം മുറൂസിന് തുടക്കമായി. മതസാഹോദര്യത്തിന്റെയും മനുഷ്യസ്നേഹത്തിന്റെയും ഉദാത്ത സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ചരിത്രപ്രസിദ്ധമായ കമ്മാടം അകാമുറുസിന് തുടക്കമായി. ജുമാ നമസ്കാരം കഴിഞ്ഞിറങ്ങിയ വിശ്വാസികൾക്ക് മുന്നിൽ അനുഗ്രഹം ചൊരിഞ്ഞ് നേരോത്തച്ഛനും തിരുവായുധക്കാരും എത്തി. തുടർന്ന് മഖാം തുറന്ന് കാണിക്ക അർപ്പിക്കുന്ന ചടങ്ങ് നടന്നു. വർഷങ്ങളായി തുടരുന്ന ആചാരത്തിനാണ് വെള്ളിയാഴ്ച നാട് സാക്ഷ്യം വഹിച്ചത്. നേരോത്ത് പെരട്ടൂർ കോവിലകം ഭഗവതി ക്ഷേത്രത്തിലെ മുഖ്യസ്ഥാനികൻ നേരോത്തച്ഛന്റെ നേതൃത്വത്തിലാണ് ആചാരക്കാരുടെ സംഘം മഖാമിലെത്തിയത്. ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ സ്വീകരിച്ച് ഇളനീർ നൽകി ഉപചാരം ചൊല്ലി വിളിക്കുകയുണ്ടായി. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്തിലെ ബഷീർ വെള്ളിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു മഖാമായിട്ടാണ് കമ്മാടം അറിയപ്പെടുന്നത്. പെരട്ടൂർ ക്ഷേത്രവുമായിട്ടുള്ള ഇതിന്റെ ഒരു ബന്ധം ഒരുപക്ഷേ 6-7 നൂറ്റാണ്ടുകളുടെ പഴക്കം ഈ മഖാമിന് ഉണ്ട് എന്നാണ് ചരിത്രം നമ്മളോട് വ്യക്തമാക്കി തരുന്നത്. കെ പി അബ്ദുൾ റഹ്മാൻ അധ്യക്ഷനായി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ്, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് VPP മുസ്തഫ, ബഷീർ ആറങ്ങാടി, പ്രൊഫസർ പി രഘുനാഥ്, കെ ബാലൻ പരപ്പ, ചന്ദ്രൻ പണിക്കർ, ഹക്കീം കുന്നിൽ, അബ്ദുൾ റഹ്മാൻ പെരുമ്പട്ട, ACA ലത്തീഫ്, ഗഫൂർ എടത്തോട് തുടങ്ങിയവർ സംസാരിച്ചു. ഹുസൈൻ പുല്ലടി സ്വാഗതവും ഷെറീഫ് കമ്മാടം നന്ദിയും പറഞ്ഞു. മീനച്ചൂടിൽ കണ്ണിന് കുളിരായി നാടെങ്ങും കണിക്കൊന്നകൾ പൂത്തു. വിഷുവിൻ്റെ വരവറിയിക്കൽ കൂടിയാണ് ഈ കണിക്കൊന്ന പൂക്കാലം. മീനമാസച്ചൂടിൽ നാടും നഗരവും കത്തിയെരിയുമ്പോൾ പൂത്തുനിൽക്കുന്ന കണിക്കൊന്ന കണ്ണിന് കുളിരായി മാറുന്നു. കേരളീയരുടെ വിത്തിറക്കുന്ന ഉത്സവമായ വിഷുവിൻ്റെ വരവറിയിക്കൽ കൂടിയാണ് ഈ കൊന്നപ്പൂക്കാലം. മഞ്ഞ നിറത്തിലുള്ള വർണ്ണക്കാഴ്ചകൾ ഒരുക്കി കണിക്കൊന്ന പൂത്താൽ മലയാളി വിഷുവിനെക്കുറിച്ചും പാടത്ത് വിത്തിറക്കുന്നതിനെക്കുറിച്ചും ചിന്തിച്ചു തുടങ്ങും. മലയാളികളുടെ കാർഷിക വർഷം ആരംഭിക്കുന്നതും മഴയുടെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് കർഷകൻ വിത്തിറക്കുന്നതും മേടം 1-നാണ്. വിഷുദിനത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത കണിക്കൊന്ന ഭഗവാൻ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പുഷ്പം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് വിഷുക്കണി വയ്ക്കുമ്പോൾ കണിക്കൊന്നയും വയ്ക്കുന്നത്. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കൂടിയായ കണിക്കൊന്നയ്ക്ക് ധാരാളം പേരുകളുമുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടുവരുന്ന വൃക്ഷമായതിനാൽ കണിക്കൊന്നയുടെ പേരുകളുടെ പട്ടികയും നീളുന്നു. രാജവൃക്ഷ, ദീർഘഫലക, നൃപേന്ദ്രം, ശ്വാമാം, കൊന്ത്രക്കായ്, കാർണികാരം, അമലദാസ്, അരോഗ്യതമു എന്നിങ്ങനെ പോകുന്നു കണിക്കൊന്നയുടെ പേരുകൾ. അത്യുഷ്ണകാലത്ത് ഇലപൊഴിഞ്ഞ് പൂക്കൾ വിരിച്ചു നിൽക്കുന്ന കർണികാരം മീനമാസത്തിലെ വസന്തം കൂടിയാണ്. 12 മുതൽ 15 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന വൃക്ഷമായ കണിക്കൊന്ന ഫെബ്രുവരി മുതൽ 3-4 മാസം വരെ പൂത്തു നിൽക്കുന്നു. മറ്റു കാലങ്ങളിലും ഇവ ഭാഗികമായി പൂക്കാറുണ്ട്. ആയുർവേദത്തിൽ മരുന്നിനു വേണ്ടി കണിക്കൊന്നയുടെ ഇലയും തൊലിയും പൂക്കളുമെല്ലാം ഉപയോഗിക്കാറുണ്ട്. നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന പൂവാണെങ്കിലും വിഷുദിനത്തിൽ കണി വയ്ക്കണമെങ്കിൽ കാശ് കൊടുത്ത് കണിക്കൊന്ന വാങ്ങേണ്ട അവസ്ഥയിലാണ് മലയാളി.
കണിച്ചട്ടി, കണിവെള്ളരി, ധാന്യം, നാണയം, ഓട്ടുരുളി, വാൽക്കണ്ണാടി എന്നിങ്ങനെ പോകുന്ന വിഷുദിനത്തിലെ സമൃദ്ധമായ കണിവസ്തുക്കൾക്കൊപ്പം തിളങ്ങി നിൽക്കുന്ന കണിക്കൊന്ന ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പൂവ് കൂടിയാണ്. ഉമേഷ് പൈക്ക, KCN ന്യൂസ്. അധ്യാപനത്തിൻ്റെ അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ പ്രൊഫസർ അഹമ്മദ് ഹുസൈന് നാടിൻ്റെ സ്നേഹാദരം. ചട്ടുംകുഴി KS അബ്ദുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. അധ്യാപനത്തിൻ്റെ അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ പ്രൊഫസർ CH അഹമ്മദ് ഹുസൈന് ശിഷ്യന്മാരും നാട്ടുകാരും ചേർന്ന് പ്രോജ്വലമായ സ്നേഹക്കൂട്ടായ്മയാണ് സംഘടിപ്പിച്ചത്. 1945 മൊഗ്രാനിൽ ജനിച്ച പ്രൊഫസർ അഹമ്മദ് ഹുസൈൻ കേരളത്തിലെ മിക്ക വിദ്യാലയങ്ങളിലും അധ്യാപനം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചട്ടുംകുഴി KS അബ്ദുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രിൻസിപ്പളാണ്. KS അബ്ദുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി കർണാടക മന്ത്രി UT ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഒരു അധ്യാപകൻ വളരുമ്പോൾ അത് നാടിൻ്റെ നന്മയായി മാറുകയാണെന്നും തൻ്റെ കർമ്മവീതിയിൽ നന്മകൾ മാത്രം വിതറിയ മഹാനായ അധ്യാപകനാണ് പ്രൊഫസർ അഹമ്മദ് ഹുസൈൻ എന്നും മന്ത്രി ഖാദർ പറഞ്ഞു. Professor like Syed Ahmad Kuni in this institution, so the children who are getting their education, they are not only the assets of their parents, they are the asset of this country and the society. I would like to appreciate the service rendered by Professor C.H. Ahmad concerning the teaching. I think 50 years of continuous teaching is not only a render to the students and the parents, it is a render to the country. As far as we know that, why I always say the teaching of a professor and the teacher is not only for the parents of children, it is for the society and the country. Because all the main wish of each and every of Indian is that India should be number one in the world. വ്യവസായ പ്രമുഖൻ നെഹിയ തളങ്കര ഉപഹാരം സമർപ്പിച്ചു. സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പേർ പങ്കെടുത്തു. അഹമ്മദ് ഹുസൈനെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയുടെ പ്രകാശനവും പുസ്തക പ്രകാശനവും പ്രൗഢമായ ചടങ്ങിൽ നടന്നു. പ്രസിദ്ധമായ പൈക്കം മണവാട്ടി ബീവി മഖാം ഉറൂസിന് തിങ്കളാഴ്ച തുടക്കം കുറിക്കും. 7 ദിവസങ്ങളിലായി നടക്കുന്ന ഉറൂസിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൈക്കം മണവാട്ടി ബീവി മഖാം ഉറൂസിന് തിങ്കളാഴ്ച തുടക്കം കുറിക്കും. രാവിലെ 10:30 മഖാം കമ്മിറ്റി പ്രസിഡന്റ് BA അബ്ദുൾ റസാഖ് പൈക്ക പതാക ഉയർത്തുന്നതോടെ ഉറൂസിന് തുടക്കം കുറിക്കും. രാത്രി 7 മണിക്ക് മംഗലാപുരം ഖാസി ത്വാക്ക അഹമ്മദ് മുസ്ലിയാർ ഉറൂസ് ഉദ്ഘാടനം ചെയ്യും. PA സുബൈർ ദാരിമി മുഖ്യ പ്രഭാഷണം നടത്തും. ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ സയ്യിദ് KS അലി തങ്ങൾ കുമ്പോൾ, സയ്യിദ് NPM സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നുങ്കൈ, സയ്യിദ് അബ്ദുൾ റഹ്മാൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ ബായാർ, പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട് തുടങ്ങിയവർ പ്രാർത്ഥന നടത്തും. പ്രമുഖ പണ്ഡിതന്മാർ പ്രഭാഷണം നടത്തും. 19-ാം തീയതി നടക്കുന്ന സമാപന സമ്മേളനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ട്രഷറർ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സുലൈമാൻ ദാരിമി ഏലംകുളം മുഖ്യ പ്രഭാഷണം നടത്തും. ചടങ്ങിൽ അസയ്യിദ് മുഹമ്മദ് തങ്ങൾ മദനി അൽ ബുഖാരി അധ്യക്ഷത വഹിക്കും. ഉറൂസിനോടനുബന്ധിച്ച് ഏപ്രിൽ 17 നടക്കുന്ന മജ്ലിസ് നൂറിന് സയ്യിദ് ഹാദി തങ്ങൾ നേതൃത്വം നൽകും. സിൻസാറുൽ ഹഖ് ഹുദവി അബുദാബി ഉദ്ബോധനം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജാതി മത ഭേദമന്യേ എല്ലാ മതസ്ഥരും പുണ്യം തേടിക്കൊണ്ട് എത്തുന്ന ഒരു സിയാറത്ത് കേന്ദ്രമാണ് പൈക്കം മണവാട്ടി ബീവി റളിയല്ലാഹു അൻഹയുടെ മക്കാമ്. അതിൻ്റെ 75ാമത് ഉറൂസാണ് ഈ വർഷം വളരെ വിപുലമായി ഇവിടെ ആഘോഷിക്കപ്പെടുന്നത്. ഏപ്രിൽ 13-ാം തീയതി രാവിലെ 10 മണിക്ക് പതാക ഉയർത്തലോടുകൂടി ആരംഭിക്കുന്ന 7 ദിവസം നീണ്ടു നിൽക്കുന്ന വളരെ വിപുലമായ പരിപാടികളോട് നടത്തപ്പെടുന്ന ഉറൂസാണ് ഈ വർഷം അവിടെ കൊണ്ടാടപ്പെടുന്നത്. 7 ദിവസങ്ങളിൽ പ്രഗത്ഭരായ കേരളത്തിലെ മഹത്തുക്കളായ നേതാക്കൾ, സാദാത്യങ്ങൾ, ഉസ്താദന്മാർ പങ്കെടുക്കുന്ന മതവിജ്ഞാന സദസ്സ് ഉണ്ടായിരിക്കുന്നതാണ്. ഉറൂസ് കമ്മിറ്റി ഭാരവാഹികളായ BA റസാഖ് പൈക്ക, ഖാൻ പൈക്ക, BA റഹ്മാൻ, അബൂബക്കർ ബീട്ടിയെടുക്ക, ഇബ്രാഹിം പൈക്ക, PA സുബൈർ ദാരിമി, BK ബഷീർ പൈക്ക, ഇബ്രാഹിം കോയർ കൊച്ചി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. അന്തരിച്ച പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ G. അരവിന്ദൻ്റെ ആദ്യ ചിത്രമായ ഉത്തരായനത്തിൻ്റെ 40-ാം വാർഷികം ആഘോഷിച്ചു. കാസർഗോഡൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. G. അരവിന്ദൻ്റെ ആദ്യ ചിത്രമായ ഉത്തരായണത്തിൻ്റെ 40-ാം വാർഷികം വിപുലമായി ആഘോഷിച്ചു. കാസർഗോഡൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് സംഘടിപ്പിച്ച ആഘോഷ പരിപാടി ചലച്ചിത്ര സംവിധായകനും കേരള ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനുമായ KR മോഹനൻ ഉദ്ഘാടനം ചെയ്തു.
പക്ഷേ ഈ വർഷം ഞങ്ങളൊക്കെ കൊയിലാണ്ടിയിലൊരു ഫിലിം സൊസൈറ്റി ഫിലിം ഫെസ്റ്റിവലായിട്ട് ബന്ധപ്പെട്ട് മലബാർ ഫെസ്റ്റിവലായിട്ട് ബന്ധപ്പെട്ട് കൊയിലാണ്ടിയിലായിരുന്നു. അതുകൊണ്ട് ആ ദിവസം ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. പക്ഷെ ആ ദിവസം തന്നെ ഞങ്ങൾ കൊയിലാണ്ടിയിൽ ഉത്തരായനം ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളിൽ കുറേ സ്ഥലങ്ങളിൽ ഞങ്ങളന്ന് പോയി. കാലത്ത് ബീച്ചിലും അമ്പലത്തിലും ഒരു യാദൃച്ഛികയായിരുന്നു. അല്ലെങ്കിൽ അരവിന്ദനോട് അന്ന് നമ്മൾ വീണ്ടും അരവിന്ദൻ ആദ്യ സിനിമ ചിത്രീകരിച്ച ആ പരിസരത്ത് വീണ്ടും അരവിന്ദനെ ഓർക്കുകയും വിവിധ വിഷയങ്ങളിൽ ഐ ഷൺമുഖദാസ്, ഡോക്ടർ CS വെങ്കടേശ്വരൻ, നീലൻ, MA റഹ്മാൻ എന്നിവർ പ്രഭാഷണം നടത്തി. GB വത്സൻ ആമുഖ പ്രഭാഷണം നടത്തി. തുടർന്ന് ഉത്തരായണം എന്ന ചലച്ചിത്രം പ്രദർശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വാർത്തകൾ ചുരുക്കത്തിൽ. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും LDF സ്ഥാനാർത്ഥി P കരുണാകരൻ വിജയിച്ചതിനെ ചോദ്യം ചെയ്ത് UDF സ്ഥാനാർത്ഥി T സിദ്ദിഖ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. അവ്യക്തമായ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുവാനാവില്ലെന്നും വസ്തുതകൾ ഹാജരാക്കുന്നതിൽ പരാതിക്കാരൻ പരാജയപ്പെട്ടുവെന്നും കോടതി വ്യക്തമാക്കി. വെള്ളം ചൂടാക്കുന്നതിനിടെ അടുപ്പിൽ നിന്നും തീ പടർന്ന് സാരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ബീഡി തൊഴിലാളി മരിച്ചു. മഞ്ചേശ്വരം മച്ചമ്പാടിയിലെ മുഹമ്മദാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മുഹമ്മദിന് പൊള്ളലേറ്റത്. സ്വകാര്യ ബസ്സിൽ നിന്നും തെറിച്ചു വീണ് ഉക്കിനടുക്ക സ്വദേശിനിക്ക് പരിക്കേറ്റു. നാരായണന്റെ ഭാര്യ ലക്ഷ്മിക്കാണ് പരിക്കേറ്റത്. STTU പുതിയ ജില്ലാ പ്രസിഡന്റായി ഷെരീഫ് കുണിയെയും ജനറൽ സെക്രട്ടറിയായി N മാണിയെയും ട്രഷററായി മുഹമ്മദ് മാവിലാടത്തെയും തിരഞ്ഞെടുത്തു. കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് അലുമിനി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തും. 13-ന് നടക്കുന്ന പരിപാടിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് അലുമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഗുരുവന്ദനവും 13-ന് രാവിലെ 10 മണിക്ക് നടക്കും. പോളിടെക്നിക്കിൽ സേവനമനുഷ്ഠിച്ചു വിരമിച്ച അധ്യാപകരെ ചടങ്ങിൽ ആദരിക്കും. പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഗുരുവന്ദനവും സാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. 13-ാം തീയതി നമ്മുടെ സ്ഥാപനത്തിൽ വെച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘടന, അതായത് അലുമിനി അസോസിയേഷൻ്റെ ഒരു വിപുലമായ യോഗം നടക്കുകയാണ്. അതോടൊപ്പം തന്നെ യോഗത്തിൽ ഗുരുവന്ദനം പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനോടൊപ്പം തന്നെ ഗുരുവന്ദനവും നമ്മൾ നടത്തുകയാണ്. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ K അനുരാജ്, V സുധീർ ബാബു, M ചന്ദ്രകുമാർ, AV തമ്പാൻ, KV ശ്യാംകുമാർ, ഗണേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊയ്യത്തുബയലിൽ APEK സുന്നി സംഘടനം, നിരവധി പേർക്ക് പരിക്ക്. ഉമ്മൻചാണ്ടി ഭരണം അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ്. ഭരണം സരിതമാർക്ക് വേണ്ടിയാണെന്നും തോമസ്. മോട്ടോർ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യം. മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് പ്രൗഢോജ്വലമായ സമാപനം. നെരോത്തച്ചൻ മഖാം തുറന്നു. സ്നേഹ സൗഹൃദങ്ങൾ പങ്കിട്ട് കമ്മാടം മഖാമുറൂസിന് ഭക്തിസാന്ദ്രമായ തുടക്കം. കണിക്കൊന്നകൾ പൂത്തു. വിഷുവിനെ വരവേൽക്കുവാൻ നാടൊരുങ്ങി. ഇതോടെ KCN മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.